ഒരിക്കൽ ഒരു ചെറിയ ഗ്രാമത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു അച്ഛൻ താമസിച്ചിരുന്നു. അദ്ദേഹം തന്റെ മകനെക്കുറിച്ച് വളരെ ആശങ്കപ്പെടുന്നയാളായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അലസനും ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവനുമായിരുന്നു. അവന് ജോലി ചെയ്യാൻ ഇഷ്ടമില്ല, ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ജീവിതം എല്ലായ്പ്പോഴും വീണ്ടും അവസരം നൽകുമെന്ന പോലെ ഗ്രാമത്തിൽ അലഞ്ഞുതിരിഞ്ഞ് തന്റെ സമയം പാഴാക്കിക്കൊണ്ടിരുന്നു. അച്ഛൻ പലതവണ ഉപദേശിച്ചു, പറഞ്ഞു, മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ മകനിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അപ്പോൾ ഒരു ദിവസം കോപമില്ലാതെ സൗമ്യതയോടെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അച്ഛൻ തീരുമാനിച്ചു. അവൻ മകനെ വിളിച്ച് സ്നേഹത്തോടെ പറഞ്ഞു, "മകനെ, അലമാരയ്ക്കുള്ളിൽ ഒരു ഘടികാരമുണ്ട്, അതെനിക്ക് കൊണ്ടുതരൂ." മകൻ അലമാര തുറന്നു ഘടികാരമെടുത്ത് അച്ഛന് നൽകി. അച്ഛൻ ഘടികാരം ശ്രദ്ധയോടെ നോക്കി പറഞ്ഞു, "ഇപ്പോൾ ഈ ഘടികാരം മാർക്കറ്റിലേക്ക് കൊണ്ടുപോകൂ. നീ കാണുന്ന എല്ലാവരോടും ഇതിന് എത്ര വിലയുണ്ടെന്ന് ചോദിക്കൂ." മകൻ തലകുനിച്ച് മാർക്കറ്റിലേക്ക് പോയി. അവൻ പലരോടും ഘടികാരം കാണിച്ചു. ഒരാൾ പറഞ്ഞു 500 രൂപ, മറ്റൊരാൾ പറഞ്ഞു 200 രൂപ, മറ്റൊരാൾ പറഞ്ഞു 800 രൂപ. ഓരോരുത്തരും ഓരോ വില പറഞ്ഞു. ചിലർ ആത്മവിശ്വാസത്തോടെ, ചിലർ അനുമാനിച്ച്, ചിലർക്കോ അതിൽ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. മകൻ വീട്ടിലെത്തിയപ്പോൾ അച്ഛനോട് പറഞ്ഞു, "അച്ഛാ, എല്ലാവരും വ്യത്യസ്ത വിലകളാണ് പറഞ്ഞത്. ചിലർ 500 രൂപ, ചിലർ 800 രൂപ, ചിലർ 1000 രൂപ." അച്ഛൻ പുഞ്ചിരിച്ച് പറഞ്ഞു, "ശരി, ഇപ്പോൾ ആ ഘടികാരം തിരിച്ച് അലമാരയിൽ വെച്ചോളൂ." അടുത്ത ദിവസം അച്ഛൻ വീണ്ടും മകനെ വിളിച്ചു. "അതേ ഘടികാരം എനിക്ക് കൊണ്ടുവരൂ." മകൻ ഘടികാരം കൊണ്ടുവന്നു. അപ്പോൾ അച്ഛൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യം പറഞ്ഞു, "ഇന്ന് വീണ്ടും മാർക്കറ്റിലേക്ക് പോകൂ. എന്നാൽ ഈ ഘടികാരത്തിന്റെ വില ചോദിക്കരുത്. ഘടികാരത്തിനുള്ളിലെ സമയത്തിന്റെ വില എത്രയാണെന്ന് ചോദിക്കൂ." മകൻ ആശയക്കുഴപ്പത്തിലായി. ഘടികാരത്തിനുള്ളിലെ സമയത്തിന്റെ വില. അതൊരു വിചിത്രമായ ചോദ്യം പോലെ തോന്നിയെങ്കിലും അച്ഛനോട് ഒന്നും ചോദിക്കാതെ അവൻ മാർക്കറ്റിലേക്ക് പോയി. അവൻ ആളുകളോട് ചോദിച്ചു, "ഈ ഘടികാരത്തിനുള്ളിലെ സമയം എത്ര വിലയുണ്ട്?" ആളുകൾ അവനെ അതിശയത്തോടെ നോക്കി. ചിലർ ചിരിച്ചു, ചിലർ പരിഹസിച്ചു, ചിലർ പറഞ്ഞു, "എന്തൊരു മൂഢചോദ്യം." മകൻ ലജ്ജിക്കുകയും വേദനിക്കുകയും ചെയ്തു. അവന്റെ ആത്മവിശ്വാസം തകരാൻ തുടങ്ങി. അവൻ പതുക്കെ നടന്ന് ചിന്തിച്ചു, "ഒരുപക്ഷെ ഞാൻ വാസ്തവത്തിൽ മൂഢനാകാം." അവസാനം അവൻ ഒരു ചെറിയ ഘടികാര റിപ്പയർ കടയുടെ മുന്നിൽ നിർത്തി. അകത്ത് ഒരു വയോധികൻ പൂർണ്ണ ശ്രദ്ധയോടെ ഒരു തകർന്ന ഘടികാരം ശരിയാക്കുകയായിരുന്നു. അവൻ ധൈര്യം സംഭരിച്ചു അതേ ചോദ്യം വീണ്ടും ചോദിച്ചു, "മുത്തശ്ശ, ഈ ഘടികാരത്തിനുള്ളിലെ സമയം എത്ര വിലയുണ്ട്?" വയോധികൻ തന്റെ ജോലി നിർത്തി. അദ്ദേഹം അവനെ നോക്കി സ്നേഹത്തോടെ പുഞ്ചിരിച്ചു. ആ ചോദ്യത്തിനുള്ളിലെ അർത്ഥം അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ. അദ്ദേഹം മൃദുവായി പറഞ്ഞു, "മകനെ, സമയത്തിന് വില നിശ്ചയിക്കാനാവില്ല. നീ ലക്ഷങ്ങൾ കൊടുത്താലും ജീവിതത്തിലെ ഒരു സെക്കൻഡ് പോലും തിരിച്ചു വാങ്ങാൻ കഴിയില്ല." മകൻ നിശബ്ദമായി കേട്ടുനിന്നു. വയോധികൻ തുടർന്നു, "സമയത്തിനൊരു മോശം കാര്യമുണ്ട്, ഒരു നല്ല കാര്യമുണ്ട്. മോശം കാര്യം അത് മുന്നോട്ട് മാത്രം പോകും. നല്ല കാര്യം അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നത് നിനക്ക് തിരഞ്ഞെടുക്കാം." അദ്ദേഹം ഘടികാരത്തിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, "ഈ ലോകത്തെ എല്ലാവർക്കും ഒരേ 24 മണിക്കൂറുകളാണ് കിട്ടുന്നത്. ധനികനും ദരിദ്രനും, ശക്തനും ദുർബലനും. വ്യത്യാസം സമയം എത്രയുണ്ടെന്നതിലല്ല, അതിനെ എത്ര ബുദ്ധിപൂർവ്വം ചെലവഴിക്കുന്നു എന്നതിലാണ്." അവൻ സത്യം തിരിച്ചറിഞ്ഞതായി അവന്റെ കണ്ണുകൾ പറഞ്ഞു. ആദ്യമായി അവനൊരു വലിയ സത്യം തിരിച്ചറിഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്മാനം, സമയം, അവൻ പാഴാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വയോധികനോട് ആദരവോടെ നന്ദി പറഞ്ഞു വീട്ടിലേക്ക് മടങ്ങി. അച്ഛന്റെ അടുത്തെത്തിയപ്പോൾ അവൻ പറഞ്ഞു, "അച്ഛാ, ഇപ്പോൾ എനിക്ക് സമയത്തിന്റെ വില മനസ്സിലായി." അന്നു മുതൽ മകന്റെ ജീവിതം മാറിത്തുടങ്ങി. അവൻ ജീവിതത്തെ ഗൗരവത്തോടെ കാണാൻ തുടങ്ങി. അവൻ ജോലി ചെയ്യാൻ ആരംഭിച്ചു. ഓരോ ദിവസവും ഒരു നിധി പോലെ വിലമതിക്കാൻ പഠിച്ചു. കാരണം അവൻ ഒടുവിൽ ആ സത്യം മനസ്സിലാക്കി. ഘടികാരം മാറ്റാം, പണം വീണ്ടും സമ്പാദിക്കാം, എന്നാൽ സമയം ഒരിക്കൽ പോയാൽ പിന്നെ ഒരിക്കലും തിരികെ വരില്ല. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇനിയും ഇത്തരം കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.